കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് റിമി ടോമി പറയുന്നതിങ്ങനെ: 2010-ൽ ദിലീപേട്ടൻ, കാവ്യ മാധവൻ, ആക്രമിക്കപ്പെട്ട നടി നാദിർഷ എന്നിവരുമൊത്ത് ദിലീപ് ഷോയ്ക്ക് ഞാൻ അമേരിക്കയിൽ പോയി. ആ സമയത്ത് കാവ്യയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു. കാവ്യയുടെ അച്ഛനും അമ്മയും വളരെ സ്ട്രിക്റ്റായതിനാൽ അവർക്ക് തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അമേരിക്കയിൽ താമസിച്ചയിടങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മുറിയായിരുന്നു. ഷോ തീർന്ന അവസാന ദിവസം രാത്രി കാവ്യ മാധവൻ ആക്രമിക്കപ്പെട്ട നടിയുടെ കൂടെ സ്ലീപ്പ് ഓവറിന് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങി വന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. രാത്രി ഏകദേശം 1 മണിയോടെ ദിലീപേട്ടനും ഞങ്ങളുടെ മുറിയിലെത്തി. കാവ്യമാധവനും ദിലീപേട്ടനും ഒരുമിച്ച് ബാത്റൂമിൽ പോയി. കുറച്ചു കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. 2012 ഫെബ്രുവരി 12-ന് മഞ്ജു ചേച്ചിയും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിൽ ചെല്ലുകയും ദിലീപേട്ടനും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ആക്രമിക്കപ്പെട്ട നടിയോട് സംസാരിച്ചതിനെക്കുറിച്ചും എനിക്കറിയാം. അമേരിക്കൻ ട്രിപ്പിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നടി മഞ്ജു ചേച്ചിയോട് പറഞ്ഞു. ഇതിനുശേഷം ആക്രമിക്കപ്പെട്ട നടി എന്നെ വിളിച്ച് മഞ്ജു ചേച്ചിയോട് എല്ലാം തുറന്നു പറയണമെന്നും ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. മഞ്ജു ചേച്ചി എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് റിമി ടോമിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. നടി ആക്രമിക്കപ്പെട്ടത് TV ചാനലുകളിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. രാവിലെ 9 മണിയോടടുപ്പിച്ച് ഞാൻ കാവ്യയെ വിളിച്ചു. വാർത്തയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ആദ്യമായി കേൾക്കുന്നതിൻ്റെ നടുക്കമോ ആകാംക്ഷയോ കാവ്യയുടെ പ്രതികരണത്തിലുണ്ടായിരുന്നില്ല. റിമി നൽകിയ മൊഴിയിൽ പറയുന്നത്.